നമ്മൾ സബ്സിഡി സ്കീമിൽ വീടുകളിൽ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ആളുകൾ പല ആളുകൾക്കും അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണെന്ന് ഒരു കൃത്യമായ ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല. മിക്കപ്പോഴും അത് വെൻഡേഴ്സാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വെൻഡേഴ്സ് ചെയ്തു കൊടുത്താലും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതിൽ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ചില മിസ്റ്റേക്കുകളുണ്ട്. അത് കൂടാതെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും കൂടി അതിലുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 എഗ്രിമെൻറ്റുകൾ സമർപ്പിക്കുന്നുണ്ട്. അപ്പം പല ആളുകൾക്കും ഇത് എന്തിനാണ് നമ്മൾ ഈ സൈൻ ചെയ്ത് കൊടുക്കുന്നതിൽ എന്താണ് ഈ എഗ്രിമെൻറ്റ് എന്ന് പല ആളുകൾക്കും സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് ആരും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുമില്ല. നിങ്ങളുടെ സൈൻ വേണം എന്നുള്ള രീതിയിൽ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. നമ്മൾ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതെന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ എഗ്രിമെൻ്റാണ് അതായത് കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും നമ്മുടെ ഡിസ്കോമുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ KSEBയുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്. അത് പ്രധാനമായിട്ടും നെറ്റ് മീറ്ററിംഗ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നെറ്റ് മീറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഗ്രിമെൻറ്റുകളാണ്. എഗ്രിമെൻ്റാണ്. അപ്പോൾ അതിൽ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കരാറ് ഏതാണ്ട് 25 വർഷമാണ് അതിൻ്റെ കരാർ കാലയളവ്. ഇനി രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ വീട്ടിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന വെൻഡേഴ്സും അതേപോലെ നമ്മൾ കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും വെൻഡേഴ്സും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിലും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ എഗ്രിമെൻറ്റ് നമ്മൾ MNREൻ്റെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ടും പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഒരു ബ്രീഫ്, അതിലുപയോഗിച്ചിരിക്കുന്ന പാനലുകൾ ഏതാണ്, അതിൻ്റെ വാട്ട്സ് എത്രയാണ്, അതുപോലെ ഇൻവെർട്ടർ ഏതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളതിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ എത്ര രൂപയാണ് വാങ്ങിയത്, എത്ര രൂപയ്ക്കാണ് നമ്മളത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പം ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. കൂടാതെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ MNRE കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ആ എഗ്രിമെൻറ്റിൽ വെൻഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വെൻഡേഴ്സ് കൃത്യമായിട്ട് ഓരോ 4 മാസം കൂടുമ്പോഴും നമ്മുടെ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യുകയും അതിൽ നട്ട് ബോൾട്ടുകളൊക്കെ എന്തെങ്കിലും ലൂസായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഓരോ 4 മാസം കൂടുമ്പോഴും നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുകയും അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ഒരു കരാറാണ്. അത് ഏതാണ്ട് 5 വർഷത്തേക്കാണ് ഈ ഒരു കരാറ്. അപ്പം അതിൽ ഈ ഒരു കരാറ് പല ആളുകളും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ വെൻഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു കസ്റ്റമർ, ഏതെങ്കിലും ഒരു കൺസ്യൂമർ ഇത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങൾ എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ കൺസ്യൂമർ കോർട്ടിൽ വരെ പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം അത് നമ്മളെല്ലാവരും നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ കൃത്യമായിട്ട് എല്ലാവരും ആ ഒരു എഗ്രിമെൻ്റ് എന്താണെന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് സർവീസ് തരുന്നുണ്ട്, ഈ 5 വർഷം സർവീസ് തരുന്നുണ്ടെന്നൊക്കെയുള്ള തരുമെന്ന് ഒരു ധാരണയാണ്. അപ്പം ആ സർവീസ് കൃത്യമായിട്ട് തരുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നീട് നമ്മളിതിൻ്റെ ഓരോ ഘട്ടമായി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളതിൻ്റെ രജിസ്ട്രേഷനാണ് MNREൻ്റെ സൈറ്റിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പലതും നമ്മളല്ല ചെയ്യുന്നത്, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന വെൻഡേഴ്സാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഓരോ സ്റ്റെപ്പും എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ MNREൻ്റെ സൈറ്റിലേക്ക് ഈ ഒരു സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ നമ്മുടെ കൺസ്യൂമർ നമ്പറും യൂസ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് രജിസ്റ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഇമെയിലൊക്കെ യൂസ് ചെയ്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൻ്റെ ഒരു OTP വരും. നമ്മൾ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് നീങ്ങുന്നത്. റൂഫ് ടോപ്പ് സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി നമ്മുടെ കൺസ്യൂമർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റേറ്റ്, കൺസ്യൂമർ നമ്പർ ഏതാണ്, ഇലക്ട്രിസിറ്റി ബോർഡ് ഏതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഡീറ്റെയിൽസ് സൈറ്റിലേക്ക് വരും. അതനുസരിച്ച് പിന്നീട് നമ്മുടെ സൈറ്റിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതിലേക്ക് കൊടുക്കണം. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഫീസിബിലിറ്റി എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ പല ആൾക്കാർക്കും സംഭവിച്ചിട്ടുള്ള ചെറിയൊരു പിഴവെന്ന് പറഞ്ഞാൽ നമുക്കൊരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കണം. 2 കാര്യങ്ങൾക്ക് വേണ്ടി
വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കുന്നത്. നമ്മുടെ മന്ത്ലി കൺസംഷൻ എത്രയാണ് എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഓരോ മാസത്തുള്ള നമ്മുടെ ഉപഭോഗം അറിയാൻ വേണ്ടിയിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്റ്റഡ് ലോഡ് എത്രയാണ്, നമ്മുടെ ഹോം ലോഡ് എത്രയാണെന്ന് നമുക്കറിയണം. ആ ഹോം ലോഡ് അതിനകത്ത് കൃത്യമായിട്ട് ഹോം ലോഡ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ ഹോം ലോഡ് ഇപ്പോൾ ഉദാഹരണത്തിന് ഹോം ലോഡ് 2 കിലോ വാട്ടാണ് എങ്കിൽ നമുക്ക് പരമാവധി 2 കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റമേ ആ ഒരു സിസ്റ്റത്തിലേക്ക്, ആ ഒരു വയറിങ്ങിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു കേസിൽ ഇപ്പോൾ ഉദാഹരണം നമുക്കത് ചിലപ്പം കുറച്ച് പഴയ വയറിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ലോഡ് ചിലപ്പോൾ 1 കിലോ വാട്ടോ 2 കിലോ വാട്ടോ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്കൊരു 3 കിലോ വാട്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വെൻഡറോട് പറയുമ്പോൾ വെൻഡറും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി സപ്പോസ് വെൻഡേഴ്സ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളായാലും അത് ശ്രദ്ധിക്കുക. കാരണം പല ആളുകൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മളത് ഫീസിബിലിറ്റി കിട്ടില്ല. ഫീസിബിലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നിലവിലുള്ള ലോഡ് ഫസ്റ്റ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് നമ്മളൊരു ഇലക്ട്രീഷ്യനെ വെച്ച് അതിൻ്റെ ഒരു പ്രപ്പോസൽ കൊടുത്ത് ഒരു ഫീസും അടച്ചു കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്കതിൻ്റെ അപ്ഗ്രേഡ് ചെയ്ത് കിട്ടും. അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഫീസിബിലിറ്റി തരുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ആ കറണ്ട് ബില്ലിന് കൃത്യമായിട്ട് നമ്മുടെ കണക്റ്റഡ് ലോഡിനേക്കാളും കുറവ് മാത്രമേ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിറ്റ് അല്ലെങ്കിൽ ഫീസിബിലിറ്റി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് നമുക്കിതിൽ നമ്മൾ പേയ്മെൻറ്റ് 2 ഘട്ടമായിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ ഫീസിബിലിറ്റി ചാർജാണ്. ഫീസിബിലിറ്റി ചാർജ് ഏതാണ്ടൊരു 1150 ആ ഒരു റേഞ്ചിലാണ് ഫീസിബിലിറ്റി വരുന്നത്. രണ്ടാമത്തേത് വരുന്നത് ഈ രജിസ്ട്രേഷൻ ഫീ ആണ്. നമ്മൾ MNRE ഈ ഒരു സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ്റെ ഫീ ആണ്. 1 കിലോ വാട്ടിന് 1000 രൂപ എന്ന നിരക്കിലാണ്. പ്ലസ് അതിൻ്റെ സെൻട്രൽ അതുപോലെ സ്റ്റേറ്റ് GST കൂടെ വരും. അപ്പം രണ്ടും കൂടെ ചേർത്ത് ഉദാഹരണം ഒരു 3 കിലോ വാട്ടാണെങ്കിൽ നമുക്ക് 3 കിലോ വാട്ടിന് 3000 പ്ലസ് അതിൻ്റെ ടാക്സും കൂടെ ഏതാണ്ട് ഒരു 3800 രൂപയാണ് 3 കിലോ വാട്ടിന് വരിക. 5 കിലോ വാട്ടാണെങ്കിൽ 5800, അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വരിക. അപ്പം ഈ ഒരു എമൗണ്ട് നമുക്ക് റീഫണ്ടബിൾ ആണ്. ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ ഈ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത ഏറ്റവും അവസാനം നമുക്ക് സബ്സിഡി ലഭിച്ചതിന് ശേഷം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ KSEBയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ രജിസ്ട്രേഷൻ ഫീൻ്റെ ഏതാണ്ട് ഒരു 80% റീഫണ്ടബിൾ ആണ്. അപ്പോൾ അത് ഞാനതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെയാണത് നമുക്ക് ആ റീഫണ്ടിങ് നടപടി എങ്ങനെയാണെന്നുള്ളത് ഒരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് നോക്കാം. 2024 ജനുവരി 22-നാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ സബ്സിഡി സ്കീം നമ്മുടെ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തത്. PM സൂര്യഘർ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ നമ്മൾ pmsuryaghar.gov.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നാഷണൽ പോർട്ടൽ, അതായത് PM സൂര്യഘർ മിഫ്ത് ബിജ്ലി യോജനേൻ്റെ നാഷണൽ പോർട്ടലിലേക്കാണ് നമ്മൾ റീച്ച് ആകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ലോഗിൻ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, അതുപോലെ കൺസ്യൂമർ ഉണ്ട്, ഡിസ്കോം ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൺസ്യൂമർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ഹിയർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് മൊബൈൽ നമ്പറും ബാക്കി എല്ലാ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്. ലോഗിൻ ചെയ്യാനായി നമ്മുടെ മൊബൈൽ നമ്പർ അതിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഒരു OTP വരും. ആ OTP ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. പിന്നെ ഒരു ക്യാപ്ച ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുക. ഡീറ്റെയിൽസ് ഓഫ് ആപ്ലിക്കൻ്റ് എന്നുള്ളൊരു പേജ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ എണ്ണം നമ്മുടെ KSEB ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക് വരും. പിന്നെ ബാക്കി നമ്മുടെ അഡ്രസ്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിൽ സോളാർ റൂഫ് ടോപ്പ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ റെസിഡൻഷ്യൽ പർപ്പസ് ആണ്. അവിടെ എത്ര കിലോ വാട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നീട് നമ്മുടെ ഒരു ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് പേജിലേക്ക് പ്രൊസീഡ് ചെയ്യാം. അടുത്തത് ആപ്ലിക്കേഷൻ സബ്മിഷൻ പേജാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഫയൽ, നമ്മുടെ ലാസ്റ്റ് 6 മന്ത്സിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അതിലേക്ക് JPEG ആയിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടോ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സേവ് അല്ലെങ്കിൽ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ
ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്നുള്ള രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കും. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സബ്സിഡി വരേണ്ട ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൽ ബാങ്കിൻ്റെ പേര്, അതുപോലെ നമ്മുടെ പാസ്ബുക്കിൻ്റെ ഒരു കോപ്പി, ഈ കാര്യങ്ങളൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് അതിനുശേഷം MNREൻ്റെ സൈറ്റിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിലേക്കാണ് നമുക്ക് പിന്നീട് നമ്മുടെ സബ്സിഡി ഇത് വരുന്നത്. അപ്പം ഇതിന് ശേഷം നമ്മുടെ ഫീസിബിലിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. ഫീസിബിലിറ്റി നമ്മൾ ഫസ്റ്റിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുള്ള ലോഡിന് ആനുപാതികമായിട്ട് അവർ പ്രൊവിഷണലി അത് അപ്രൂവ് ചെയ്യും. അതുപോലെ നമുക്ക് ബാങ്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയും. അതുപോലെ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വെൻഡേഴ്സ്, നമുക്ക് ഏത് വെൻഡേഴ്സാണ് വേണ്ടത് അത് നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വെൻഡേഴ്സും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫീസിബിലിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു വിൻഡോ വരും. അവിടെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിസ്കോമിലുള്ള നമ്മുടെ കേരള സ്റ്റേറ്റിലുള്ള വെൻഡേഴ്സിൻ്റെ ലിസ്റ്റ് അവിടെ വരും. അങ്ങനെ നമുക്കതിലേക്ക് വെൻഡേഴ്സിനെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. വെൻഡർ സെലക്ഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫീസിബിലിറ്റി അത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഈ വെൻഡറും കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമറും തമ്മിലുള്ള എഗ്രിമെൻറ്റ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ആ എഗ്രിമെൻറ്റ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ആ എഗ്രിമെൻറ്റാണ് ഞാൻ ഫസ്റ്റിൽ മെൻഷൻ ചെയ്ത എഗ്രിമെൻറ്റും കൂടെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എഗ്രിമെൻറ്റ് നമ്മൾ ഇതിലേക്ക് സൈറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആണ് സബ്മിറ്റ് റൂഫ് ടോപ്പ് ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് വരും. അപ്പോൾ അതിൽ ബാക്കിയുള്ള നമ്മുടെ ലാറ്റ് ലോഞ്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ PV മോഡ്യൂളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇവിടെ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽസ് എത്ര കിലോ വാട്ടാണ്, അതുപോലെ അതിൻ്റെ സീരിയൽ നമ്പർ, അതുപോലെ അതിൻ്റെ BA സർട്ടിഫിക്കറ്റ്, അതിനുശേഷം PV മോഡ്യൂൾസ് എത്രയുണ്ടോ അതിൻ്റെ ഓരോന്നിൻ്റെയും സീരിയൽ നമ്പർ, അതുപോലെ അതിൻ്റെ DCR പോർട്ടലിൽ നിന്ന് എടുത്തിട്ടുള്ള DCR സർട്ടിഫിക്കറ്റും കൂടി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ. പിന്നീട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് അതിൻ്റെ ഫോട്ടോ, GPS ലൊക്കേഷനിലുള്ള ഫോട്ടോസ്, പിന്നെ ബാക്കി കുറച്ച് ഡോക്യുമെൻറ്റ്സും കൂടെ അതിലേക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അത് PDF ഫോമിലാണ്. അപ്പോൾ അത് ഇത്ര 500 KB സൈസിൽ കുറവായിരിക്കണം. ആ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും. അവിടെ ഒരു ചെക്ക് ലിസ്റ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ചെക്ക് ലിസ്റ്റിലെ ഡീറ്റെയിൽസ് കൊടുക്കുക. സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഉണ്ടോ, MCB ഉണ്ടോ, എർത്തിങ് ഉണ്ടോ, ആ ഡീറ്റെയിൽസ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫൈനൽ സബ്മിഷനാണ്. ഫൈനൽ സബ്മിഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് KSE നമ്മുടെ ഡിസ്കോം അത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ വെരിഫൈ ചെയ്ത് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ പ്രോജക്റ്റ് കമ്മീഷൻ എന്നുള്ള ഡീറ്റെയിലേക്ക് ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ആ ഒരു പ്രോജക്റ്റ് കമ്മീഷൻ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വന്ന് KSEBിയിലെ ആളുകൾ വന്ന് നമ്മുടെ ബൈ ഡയറക്ഷൻ മീറ്റർ, യൂണി ഡയറക്ഷൻ മീറ്റർ മാറ്റി ബൈ ഡയറക്ഷൻ മീറ്റർ നമുക്ക് വെക്കുന്നു. അതോടെ നമ്മുടെ പ്രോജക്റ്റ് അവിടെ കമ്മീഷനായി. കമ്മീഷൻ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആണെങ്കിൽ, എല്ലാം ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് അതിനുവേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പം അത് ഓൾറെഡി അപ്രൂവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ അത് മിക്കവാറും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 ഡേയ്സിൽ നമുക്ക് അതിൻ്റെ ഫണ്ട് കൃത്യമായിട്ട് റീഇംബേഴ്സ് ചെയ്യുന്നതാണ് ആ ഒരു നമ്മുടെ സബ്സിഡി ഗ്രാൻഡ്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽസ്. സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള, അതായത് എല്ലാ ആളുകളിലേക്കും റിന്യൂവബിൾ എനർജി എത്തിക്കുക, അതിലൂടെ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഏതാണ്ട് ഈ പുതിയ നമ്മുടെ ബഡ്ജറ്റിൽ ഏതാണ്ട് 1000 കോടി രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത്. അത് കൂടാതെ ആ ഒരു ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് അതിൽ തന്നെ ആ ഒരു പദ്ധതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നിലവിൽ ഓൾറെഡി സെൻട്രൽ ഗവൺമെൻറ് പല സ്ഥാപനങ്ങളായിട്ട് ടൈപ്പ് ചെയ്ത് കേരളത്തിലെ കാലിക്കറ്റുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ടൈപ്പിൽ നമുക്ക് ഇതേപോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ് ട്രെയിനിങ് പ്രോഗ്രാം, സോളാർ ഇൻസ്റ്റാളേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതുമായിട്ട് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള സ്കീമിലേക്ക് ഒക്കെ പങ്കെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ സോളാറുമായിട്ട് ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങളല്ല, ഇതിൻ്റെ ഉദ്ദേശം ഒരു സയൻസ് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സയൻസിൽ നടക്കുന്ന പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണ ആളുകളിലേക്ക് സിമ്പിളായിട്ട് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.